നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 10, 2026 വാർത്തകളിലേക്ക്. തന്ത്രി കണ്ഠരര് രാജീവർ റിമാൻഡിൽ. ജാമ്യാപേക്ഷ 13 പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവിനെ റിമാൻഡ് ചെയ്തു. തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. കടലപ്പാളി കേസിൽ 13ാം പ്രതിയാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്ത്. ജാമ്യാപേക്ഷ 13 പരിഗണിക്കും. SIT കസ്റ്റഡിയിലെടുത്ത ചോദ്യത്തിന് ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്നുമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കുടുങ്ങിയത് പോറ്റിയുടെ സ്പോൺസർ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ച് ശാന്തിക്കാരടക്കം മൊഴി നൽകി. നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന പത്മകുമാറിന്റെ വെളിപ്പെടുത്തലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം താഴ്മൺ കുടുംബത്തിലേക്ക് എത്തിച്ചത്. കേസിൽ അറസ്റ്റിലാകുന്നതിന് മുമ്പായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് M. പത്മകുമാറിന്റെ പ്രതികരണം. ഇതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർ ആരെന്ന ചർച്ചകളും സജീവമായി. ഇതിന് പിന്നാലെ പത്മകുമാർ അറസ്റ്റായെങ്കിലും ദൈവതുല്യർ ആരെന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നില്ല. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റ് ചെയ്ത മുൻ തന്ത്രി ചെങ്ങന്നൂർ മുണ്ടവൻകാവ് താഴമൺ മഠത്തിൽ കണ്ഠരര് രാജീവർ റിമാൻഡിൽ. ശബരിമല നിന്ന് സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ ഇദ്ദേഹം പങ്കാളിയായതായി SIT റിമാൻഡിൽ റിപ്പോർട്ടിൽ പറയുന്നു. ബാലൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാലനോട് ചോദിക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. AK ബാലൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല. UDF അധികാരത്തിൽ വരുമ്പോഴല്ലേ ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിൽ വരുന്നതിൻ്റെ പ്രശ്നം പരിശോധിക്കേണ്ടത്. അതാണ് CPMന്റെ നിലപാട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ബാലൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാലനോട് സംസാരിച്ച് വ്യക്തമാക്കണം. LDF കൺവീനർ വാർത്താസമ്മേളനത്തിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. മാറാട് അടഞ്ഞ അധ്യായമാണെന്നും അതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞ് ഭിന്നിപ്പിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അമിത്ഷായ്ക്കെതിരെ തെളിവുകളടങ്ങിയ പെൻഡ്രൈവുകൾ കയ്യിലുണ്ട്, പുറത്തെടുപ്പിക്കരുത് ഭീഷണിയുമായി മമത. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്ന കൺസൾട്ടൻസിയായ ഐപാക്കിൻ്റെയും ഡയറക്ടർ പ്രീതിക് ജെയിൻ്റെയും വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള പോര് മുറുകുന്നു. ഒരു പരിധിക്കപ്പുറം സമ്മർദ്ദം ചെലുത്തിയാൽ കൽക്കരി കുംഭകോണത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള തെളിവുകൾ പുറത്തുവിടുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുന്നറിയിപ്പ് നൽകി. വിദേശ പ്രചരണം, ഫെറ്റേണിറ്റിയും റാലിയും പൊതുസമ്മേളനവും 11 കോഴിക്കോട്. വിദേശ നാവുകളോ സഹോദര മുന്നോട്ടോടോ ES എന്ന തലക്കെട്ടിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി ഈ മാസം 11 കോഴിക്കോട് റാലിയും പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 വെള്ളയിൽ നിന്ന് ആരംഭിക്കുന്ന വിദ്യാർത്ഥി യുവജന റാലി കുറ്റിച്ചിറ ഓപ്പൺ സ്പേസിൽ സമാപിക്കും. അരനൂറ്റാണ്ടായി BJPയും RSSും ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് യാഥാർത്ഥ്യമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വർഗീയ വിഭജനം കൊണ്ട് മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ധാരണയിൽ ജനങ്ങളെ മതപരമായി വിഭജിക്കാനാണ് ശ്രമം. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തരം പോലെ പ്രോത്സാഹിപ്പിച്ച തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന CPMന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബോൺമൗത്തിന്റെ ഘാന സ്ട്രൈക്കർ ആന്റോയിൻ സെമന്യ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം $8.7 കോടി കൈമാറ്റം. 5 വർഷത്തെ കരാറാണ് 26 റനുമായി സിറ്റി ഒപ്പുവെച്ചത്. 2 വർഷം മുമ്പ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ ബ്രിസ്റ്റൺ സിറ്റിയിൽ നിന്ന് ബ്രൗൺമൗത്തിലെത്തിയ സൗമ്യനെ ടീമിനായി 101 മത്സരങ്ങളിൽ നിന്ന് 30 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഈ സീസണിലെ ഉജ്ജ്വല ഫോമിൽ പന്ത് തട്ടുന്ന താരം 10 തവണ സ്കോർ ചെയ്ത് കഴിഞ്ഞു. അടിസ്ഥാനപരമായി വിങ്ങറായ സൗമ്യനെ മുൻനിരയിൽ ഏത് റോളിലും കളിക്കാൻ മിടുക്കനാണ്. ഇരുകാലുകൾ കൊണ്ടും ഒരുപോലെ ഷോട്ടുകൾ തൊടുക്കുകയും ചെയ്യും. നായസേനകളോട് സുപ്രീം കോടതി. തെരുവുനായ വിഷയത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി സംസാരിക്കണമെന്ന് നായസേനകളോട് സുപ്രീം കോടതി. ഈ വിഷയത്തിൽ കോടതി നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവിൽ തിരുത്തൽ വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് ജസ്റ്റിസുമാരായ വിക്രംദാസ്, സന്ദീപ് നേത്ത, NV അൻജാരിയ എന്നിവരടങ്ങിയ ബെഞ്ച് വാദം കേൾക്കുന്നത്. നായസ്നേഹികളും NGOകളുമാണ് ഹർജിക്കാർ. തെരുവുകളിൽ നിന്ന് പിടിക്കുന്ന നായ്ക്കളെ വന്ധീകരണം ചെയ്ത് വാക്സിനേഷൻ നൽകി അവയെ പിടിച്ച സ്ഥലത്ത് തന്നെ തിരികെ വിടണമെന്നാണ് ഹർജികളിലെ ആവശ്യം. അമിത്ഷായുടെ സന്ദർശനം. തിരുവനന്തപുരം നഗരത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഗതാഗത നിയന്ത്രണം. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ സന്ദർശനമനുസരിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗതം നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ രാത്രി 7 മണി മുതൽ 11:30 വരെയും ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുമാണ് ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുക. നാളെ രാത്രി 7 മണി മുതൽ 11:30 വരെ ഡൊമസ്റ്റിക് എയർപോർട്ട്, ശംഖുമുഖം, ആൾസൈൻ, ചാക്കാപ്പേട്ട, പള്ളിമുക്ക്, പാറ്റൂർ ജില്ലാ ആശുപത്രി, ആശാൻ സ്ക്വയർ, പഞ്ചാരപ്പുര ബേക്കറി, ഫ്ലൈ ഓവർ, പനവിള, കലാഭവൻ, മണി റോഡ്, വിമൻസ് കോളേജ്, ഗസ്റ്റ് ഹൗസ് റോഡിന്റെ ഇരുവശങ്ങളും വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.